അസ്സലാമലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എനിക്ക് മക്കൾക്ക് സുഖമാണ്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടോ. പുതിയ വീട്ടിലേക്ക് മാറി. സംഭവം പാലിപ്പോൾ കാച്ചിനുള്ള ഇവിടെയൊക്കെ കരി ഉണ്ട് കേട്ടോ. അവര് തീ കത്തിച്ചതിൻ്റെ കരിയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല വീടാണ്, അടിപൊളി വീടാണ്. ഞങ്ങൾക്ക് പറ്റി ഇഷ്ടവും സാധനങ്ങളൊക്കെ ഇതാ റെഡിയാക്കുന്നുള്ളൂ കേട്ടോ. എല്ലാ സാധനങ്ങളും റെഡിയാക്കണുള്ളൂ. നമ്മളെ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമസ്കാരം. നിങ്ങളെല്ലാവരും ഒരു കാര്യം അറിഞ്ഞോ? ഷാജിദ ഷാജി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബിസിനസ്സും സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോ പുതിയ ബിസിനസ്സിലേക്ക് കടന്നേക്കാണ്. ക്രീം വിൽപ്പന അവസാനിപ്പിച്ചു, വസ്ത്ര വിൽപ്പന അവസാനിപ്പിച്ചു, യൂട്യൂബിൽ വന്ന് തെറി വിളിക്കുന്നതൊക്കെ അവസാനിപ്പിച്ചു. ഇപ്പോൾ പുതിയൊരു മേഖലയിലേക്ക് കടന്നേക്കാണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കുന്നവളാണ് ഷാജിദ ഷാജി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ പുതിയ മാർഗം ഏതാണെന്നും പുതിയ തൊഴിൽ ഏതാണെന്നും ഒക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഷാജിദ ഷാജി ഒരു സുപ്രഭാതത്തിൽ വീട് മാറിയേക്കാണ്. പുതിയ വാടക വീട്ടിൽ പോയിട്ട് ഇട്ടേക്കുന്ന വീഡിയോ ആണ് ഞാൻ ആദ്യം കാണിച്ചത്. പുതിയ വീട് മാറി. അപ്പൊ ഇത്രയും നാള് ഷാജിദ ഷാജി ഉമ്മയുടെ വീട്ടിലായിരുന്നു താമസിച്ചത്. ഉമ്മയുടെ വീട് കയ്യേറി അവിടെ നിന്ന് സ്വന്തം അമ്മയെ അടിച്ചിറക്കി വിട്ട് അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ചോദിക്കുന്നവരോടൊക്കെ ഷാജിദ ഷാജി തെറി പറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത്, ഇത് എന്റെയും കൂടി വീടാണ്, എനിക്ക് അവകാശപ്പെട്ട വീടാണ്, ഇവിടെ നിന്ന് ഞാൻ ഒരിക്കലും ഇറങ്ങി കൊടുക്കത്തില്ല, ഇവിടെ ഇട്ടേക്കുന്ന സാധനങ്ങൾ ഫുള്ള് ഞാൻ വാങ്ങിച്ചതാണ് എന്നൊക്കെയായിരുന്നു ഷാജിദ ഷാജി പറഞ്ഞത്. പുതിയൊരു വീട് വെക്കുന്നിടം വരെ ഇനി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനവും വാരിപ്പറിച്ച് എടുത്തിട്ടുണ്ട്. ഉമ്മയുടെ അലമാരയും എല്ലാം അവിടെ നിന്ന് തൂത്ത് പറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സുപ്രഭാതത്തിൽ ഷാജിദ ഷാജി വീട് മാറിയപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ചെറിയൊരു ദുരൂഹത ഫീൽ ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും എന്നാലും ഷാജിദ ഷാജി വീട് മാറിയത്? ഒരു പക്ഷേ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് അടിച്ചിറക്കി വിട്ടതായിരിക്കാം. എന്നാൽ ഈ വീട് മാറിയ ദിവസം അവിടെ വലിയൊരു സംഭവം നടന്നു. എന്താണെന്നല്ലേ? ഷാജിദ ഷാജി വീട്ടിൽ നിന്നെല്ലാം തൂത്ത് പറക്കി എടുത്തല്ലോ. എന്നാൽ ഉമ്മ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് എന്ന് നമ്മളോട് വന്ന് പറയാറുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ പൈസ മുതലെടുക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ ഫ്രണ്ടിൽ നിന്നൊരു കുഞ്ഞു ചന്ദനമരം, ചെറിയൊരു ചന്ദനമരമാണ്. ആ ചന്ദനമരം ഷാജിദ ഷാജി മൂടോടങ്ങ് വെട്ടി. മൂടോട് വെട്ടിയിട്ട് പല കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഈ സാധനങ്ങളുടെ ഒപ്പം കടത്താനായിരുന്നു ഷാജിദ ഷാജി ശ്രമിച്ചിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ ബിസിനസ്സിലേക്ക് കടന്നു എന്ന്. ഇനിയിപ്പൊ ചന്ദനം കടത്തുക എന്നുള്ള ബിസിനസ്സാണ് ഷാജിദ ഷാജി സ്വീകരിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഷാജിദ ഷാജി ചന്ദനം ഷാജിദ എന്ന ചെല്ലപ്പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. പലർക്കും വെല്ലുവിളിയാകും, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പൊ ഏതായാലും ഷാജിദ ഷാജിക്ക് ആ ഒരു നാട്ടുകാര് മുഴുവൻ എതിരാണ്. ഷാജിദ ഷാജിക്ക് അവിടെ ഫുള്ള് ശത്രുക്കളായതുകൊണ്ട് തന്നെ അയൽക്കാരാരോ ചെന്ന് പോലീസിനെ വിവരം അറിയിച്ചു. വനം വകുപ്പ് വന്നു, പോലീസുകാർ വന്നു, ആകെ ബഹളമായി. അപ്പോൾ ഷാജിദ ഷാജിയുടെ ഒരു നെയ്ബറുണ്ട്, സിനാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പയ്യൻ സിനാൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത്. അപ്പോഴാണ് നാട്ടുകാരെല്ലാം ഈ ഒരു സംഭവം അറിഞ്ഞത്. ഷാജിദയെ പിടിക്കാൻ വേണ്ടിയിട്ട് വനം വകുപ്പ് വന്നു എന്നുള്ള വാർത്ത. അപ്പൊ നമുക്ക് ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഷാജിദ ഷാജിയില്ലേ, നമ്മുടെ യൂട്യൂബർ ഇന്നലെ നാട് കിടക്കുകയായിരുന്നു. നാട് വിടാനുള്ള പ്ലാനിങ്ങിൽ കെട്ടൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ എന്ത് ചെയ്തു? വീട്ടിലുണ്ടാകുന്ന ചന്ദനമരം മുറിച്ചു. വീട്ടിലുള്ള ചന്ദനമരം മുറിച്ച് അവൾക്ക് വീട്ടിൽ ഉമ്മ പൈസ കൊടുക്കാണ്ടല്ലേ, ഒന്നും കിട്ടാനില്ലല്ലോ, ഏതായാലും പൂവല്ലേ. അപ്പം പോണത് കൊണ്ട് വീട്ടിലത്തെ ചന്ദനമരം അങ്ങോട്ട് മുറിച്ച് അവൾ അതിനെ 2-3 പീസൊക്കെ ആക്കി കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയായിരുന്നു. കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങാൻ ആ ടൈമൊക്കെ ആയിരുന്നു. ഏകദേശം ആ ടൈമായപ്പോൾ ഫോറസ്റ്റുകാരും അതിൻ്റെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും വന്ന് കയ്യോടെ അങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് പൊക്കി നല്ലൊരു കേസ് എഴുതി കൊടുത്തു. 5 മക്കളായതുകൊണ്ട് മാത്രം ഉള്ളിലിടാനുള്ള വകുപ്പുണ്ടായിരുന്നെന്ന് സാർമാർ പറഞ്ഞു. അല്ലാണ്ട് നല്ലൊരു കേസ് എഴുതി കൊടുത്തിട്ടുണ്ട്. പോണ സമയത്ത് ഒരു കേസ് അവൾ നൈസായിട്ട് വെട്ടി വെക്കുക എന്നുള്ള ഒരു ചെറിയ പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ അത് നടന്നില്ല. നല്ല അണ്ണാക്കി എടുത്താണ് കിട്ടിയെന്നല്ലേ. നമ്മളെ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിച്ചതല്ല അവൾക്കുള്ള പണി പടച്ചവനായിട്ട് കൊടുത്തതാണ്. അവളങ്ങോട്ട് വെട്ടി മുറിച്ച് അങ്ങോട്ട് കഷ്ണമൊക്കെ ആക്കി തെളിവിൻ്റെ തൊണ്ടി മുതലിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് എന്തൊരു അഹങ്കാരമായിരുന്നു ഇവൾക്ക്. ഇതാണ് പറയുന്നത്, ഒരുപാട് അഹങ്കരിക്കരുത്. മുകളിലിരിക്കുന്ന ഒരുത്തിന് ഇതൊക്കെ കാണുന്നുണ്ടെന്ന് പറയത്തില്ലേ? നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടും. എന്ത് ചെയ്യുന്നോ അതിനുള്ള ഫലം നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇത്രയും നാളും ചെയ്തു കൂട്ടിയതിനൊക്കെ ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടും.
ആ 5 മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരെ ഇവള് വഴിതെറ്റിക്കും. ഇവളുടെ കൂടെ അല്ലേ താമസിക്കുന്നേ. ഇവളീ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകളൊക്കെ തന്നെ അവര് കണ്ട് വളരുമല്ലേ. ആണുങ്ങളാണ്, 5 ആൺമക്കളാണ്. ആ 5 പേരും ഇത് കണ്ടുകൊണ്ടാണ് വളരുന്നത്. അവരുടെ ഭാവി എന്തുമായിരിക്കും, അവരുടെ ഭാവി എന്തുവാണ് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് പോലും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, നല്ല ജീവിതം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ടല്ലേ വളരുന്നത്. അമ്മ ഈ ചെയ്തു കൂട്ടുന്ന വേലത്തരങ്ങളൊക്കെ കണ്ടാണ് മക്കൾ വളരുന്നത്. വേറെ ആരെയും ആ മക്കൾ കാണുന്നില്ല. അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനും ഇല്ല. അപ്പോൾ ഈ അമ്മ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളും തോന്നിവാസവും ഒക്കെ കണ്ടു വളരുന്ന ആ 5 പേരുടെ ഭാവി എന്തുമായിരിക്കും. ആരെങ്കിലും ആ പിള്ളേരെ പോയി ഒന്ന് സഹായിക്കണം. ഇതൊരുമാതിരി പന്നപരിപാടിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മയ്ക്ക് കൊടുത്ത പൈസ മുതലാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇച്ചിരിയേ ഉള്ളൂ. ആ ചന്ദനമരം എങ്ങനെയാണെന്നുള്ളത് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണാം, വിലപ്പെട്ട കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ഇതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ ബാക്കിയുള്ളത്. ഇതാ ഷാജിദ ഷാജി ഫോറസ്റ്റുകാരെ കിട്ടിയിട്ടുണ്ട്. അവള് ചന്ദനവേട്ട നടത്തിയതാ, പൊക്കിയിട്ടുണ്ട്. ഇതാ ഫോറസ്റ്റുകാരുടെ വണ്ടിയാണ്. അവളെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് ഫോറസ്റ്റുകാർ. അവൾ എന്നെ നാട്ടിച്ചതല്ലേ, അവൾ എനിക്കിട്ട് പണി തന്നവളവൾ. ഇതാ ഫോറസ്റ്റുകാർ അവളുടെ വീട്ടിലാണ് പോയിരിക്കുന്നത്. അവൾ യൂട്യൂബറാണെന്ന് പറഞ്ഞ് എന്നിട്ട് നാട്ടിച്ചതാ. രണ്ടാമത്തെ വണ്ടിയാണ്, ഇതിപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. അവൾ പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഓണതിൻ്റെ ഇടയിലാണ് അവൾ ഈ പരിപാടിക്ക് നിന്ന്. തൊണ്ടി മുതൽ കിട്ടിയില്ല ഗൈസ്. ഇതാ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാ ഇത്രയും നീളമുള്ള സാധനമാണ് ഗൈസ്. തൊണ്ടി അവിടെ അടിയോടെ വെട്ടിയതാ. തൊണ്ടി മുതൽ ഇവിടെ ഉണ്ട്, എവിടെയും പുറത്ത് പോയി. കണ്ടല്ലോ, ഇച്ചിരിയും പോകുന്നൊരു ചന്ദനമരമാണ്. അതിനകത്ത് സാധനം പോലും ആയിട്ടില്ല. അതിന് മുമ്പ് അവള് വെട്ടി അത് 4-5 കഷ്ണങ്ങളാക്കി മാറ്റി. കഴിവ് നോക്കിക്കോണം, വല്ലാത്ത കഴിവാണ് ഈ സ്ത്രീക്ക്. പക്ഷേ ഇവിടെയും അവള് രക്ഷപ്പെട്ടു. 5-6 ദിവസം അകത്ത് കിടക്കേണ്ട മുതലുണ്ടായിരുന്നു, അകത്ത് കിടക്കേണ്ട കേസ് ഉണ്ടായിരുന്നു. അവളുടെ പേരിൽ 2 കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വനം വകുപ്പും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പോലീസുകാരും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 5 മക്കള് തന്നെ ഉള്ളത് കൊണ്ട് അവര് വഴിയാധാരമാകുമല്ലോ. ഈ ഒരു അമ്മ മാത്രമല്ലേ ഉള്ളൂ, അവരെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സഹതാപം വെച്ചിട്ട് പോലീസുകാർ വെറുതെ വിട്ടു, ജയിലിൽ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് അവൾ ഇപ്പൊ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നു. എന്നിട്ട് എല്ലാ സാധനവും അവിടെ നിന്ന് എല്ലാ സാധനവും തൂത്തുപറക്കി. അലമാരി, അവിടെ ഉണ്ടായിരുന്ന കട്ടിലും എല്ലാ സാധനവും തൂത്ത് പറക്കി. ആ ഉമ്മ ഇനി അവിടെ വരുമ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും. എല്ലാം തൂത്ത് പറക്കി വേറെ വീട്ടിലോട്ട് മാറി അവിടെ പോയിട്ട് ഇപ്പൊ വ്ളോഗ് എടുത്തിടുകയാണ്. ഇത്രയായിട്ട് അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറവുമില്ല. ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇപ്പോഴും യൂട്യൂബിൽ വന്ന് തെറി വിളിക്കുകയാണ്. ഇനിയിപ്പം പല ബിസിനസ്സുകൾ ഇതുപോലെ ചെയ്യും. ഇവളെ പോലെയുള്ളവരെ ഏതറ്റം വരെയും പോവും. ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒരു മര്യാദയില്ലാത്ത, ഒരു രീതിയിലുള്ള ഒരു സംസ്കാരവും ഇല്ല, മര്യാദയില്ല, ഒന്നുമില്ലാത്തൊരു സ്ത്രീ. അങ്ങനെ വേണം ഇവരെ പറയാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ യൂട്യൂബിൽ വന്ന് തെറി വിളിക്കുവാണ്. നല്ല ഭാഷ എന്ന് പറയുന്നത് അവരുടെ നാവിൽ നിന്ന് വീഴത്തില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടേണ്ട ഒരു അനുഗ്രഹം എന്തോന്നറിയാമോ? നാവിൽ സരസ്വതി വിളങ്ങണമെന്ന് പറയും. ഈ സരസ്വതി ഇൻ ദ സെൻസ് എന്ന് പറയുന്നത്, അതായത് അങ്ങനെ പറഞ്ഞാൽ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഭാഷ സംസാരിക്കണം. അതിപ്പോൾ എന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ ആ ഒരു ഭാഷ കൊണ്ടായിരിക്കും, നമ്മുടെ ആ ഒരു സംസാരം കൊണ്ടായിരിക്കും. അപ്പോൾ നല്ല വർത്തമാനം പറയാനും വേണം ഒരു കഴിവ്. അതിന് പോലും ഒരു കഴിവില്ല. കാരണം വാ തുറന്നു കഴിഞ്ഞാൽ ചീത്തയായിട്ടുള്ള വർത്തമാനം മാത്രമേ അവരുടെ വായിൽ നിന്ന് വീഴത്തുള്ളൂ. അവർക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയത്തുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ഈ വർത്തമാനം കേട്ടിട്ടാണ് ആ 5 പിള്ളേരും വളരുന്നത്. അപ്പൊ അവരുടെ സംസാരശേഷിയും എങ്ങനെയായിരിക്കും, സംസാരശീലവും എങ്ങനെയായിരിക്കും? ഇവൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിയിലായിരിക്കും ആ മക്കൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരെ തല ചാടി കടിക്കുന്ന രീതിയിലായിരിക്കും അവർ സംസാരിക്കാൻ പോകുന്നത്. കാരണം ഇതൊക്കെയല്ലേ കണ്ടു വളരുന്നത്. ഇവിടെ ഒരു ലൈവിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ മക്കളെ ഞാൻ ഗുണ്ടകളാക്കി വളർത്തുമെന്ന്. അതേ പാതയിലാണെന്ന് തോന്നുന്നു പൊക്കോണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെയല്ലേ കാണിച്ചു കൊടുക്കുന്നത്. രാഖി രാമായണം വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ചന്ദനമരം ഒളിച്ചു കടത്താൻ ശ്രമിച്ചു. പക്ഷേ നാട്ടുകാരെല്ലാം ഇവൾക്കെതിരാണെന്നുള്ളത് ഇവളങ്ങ് മറന്നുപോയെന്ന് തോന്നുന്നു. എല്ലാവരും ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൾ എന്ത് ചെയ്യുകയാണ്, എങ്ങോട്ട് പോവുകയാണെന്നൊക്കെ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ട് ആരോ ചെന്ന് പറഞ്ഞവർക്കൊരു വലിയ കയ്യടി. കാരണം ഇവളെ പോലെയുള്ളവരെയൊക്കെ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം, നിയമത്തിന് കാണിച്ചു കൊടുക്കണം. പക്ഷേ മക്കളുള്ളത് കൊണ്ട് അവിടെ രക്ഷപ്പെട്ടു.
ഈ 5 മക്കളുള്ളത് ഇവക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയേക്കാണ്. കാരണം എല്ലായിടത്തും നിന്ന് ഊരിപ്പോകുന്നതും രക്ഷപ്പെടുന്നതും ഈ ഒരു സഹതാപം വെച്ചിട്ടാണ്. യൂട്യൂബിലും അങ്ങനെയാണല്ലോ നിലനിന്ന് പോകുന്നത്. 5 മക്കളെ നോക്കാനാണ് 5 മക്കളെ നോക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് സഹതാപം പിടിച്ചു വാങ്ങി യൂട്യൂബിൽ കയറി ഇപ്പം അങ്ങ് നിലയുറപ്പിച്ചേക്കാണ്. എന്ത് പറയാനാണ്, ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇതിൽ നിന്നൊക്കെ പഠിച്ചിട്ട് കുറച്ചൊരു മര്യാദ കാണിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എതുവരെ പോകുമെന്ന് ഒരെത്തും പിടിയുമില്ല.